പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അടുത്തൊരു വാർത്ത മുംബൈ സിറ്റി എഫ് സിയുടെ താരമായിട്ടുള്ള ലാലിയൻ സുവാല ചാങ്തയുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. കഴിഞ്ഞ സീസണിൽ മുംബൈ സിറ്റി എഫ് സിക്ക് വേണ്ടി മികച്ച ഫോമിൽ കളിച്ചിട്ടുണ്ടായിരുന്ന ഒരു താരമായിരുന്നു ലാലിയൻ സുവാല ചാങ്തെ. നിലവിലിപ്പോൾ മുംബൈ സിറ്റി എഫ് സി ടീമിലെ ചില യുവതാരങ്ങളൊക്കെ ക്ലബ്ബ് വിട്ടു പോയിട്ടുണ്ടായിരുന്നു. ടീമിലെ പ്രധാന താരങ്ങളിൽ ഒരാളായിട്ടുള്ള ബിപിൻ സിംഗ് അടക്കമുള്ള പ്ലേയേഴ്സൊക്കെ ക്ലബ്ബ് വിടാൻ തന്നെയാണ് ചാൻസ് ഉള്ളത്. ഇനി ലാലിയൻ സുവാല ചാങ്തയെ കൂടി മുംബൈ സിറ്റി എഫ് സി വിട്ടുകൊടുക്കുമോ എന്ന സംശയത്തിലാണ് ആരാധകർ. നിലവിൽ പുറത്തു വന്നിട്ടുള്ള വാർത്ത അനുസരിച്ച് ചാങ്തയെ സ്വന്തമാക്കാനായിട്ട് ഒരു ഐഎസ്എൽ ടീമിന് താല്പര്യമുണ്ട്. മോഹൻ ബഗാൻ മാനേജ്മെന്റിന് ചാങ്തയെ സ്വന്തമാക്കാനായിട്ട് താല്പര്യമുണ്ട്. മാത്രമല്ല മുംബൈ സിറ്റി എഫ് സി ആവട്ടെ ചാങ്തയ്ക്ക് ഒരു എക്സ്റ്റൻഷൻ ഓഫർ കൂടി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ചാങ്തയെ പോലത്തെ ഒരു താരത്തിന് മുംബൈ സിറ്റി എഫ് സി വിട്ടുകൊടുക്കാനുള്ള ചാൻസ് വളരെ കുറവ് തന്നെയാണ്. നിലവിൽ ടീമിലെ മികച്ച താരങ്ങളെ നിലനിർത്താൻ തന്നെയാണ് മുംബൈ സിറ്റി എഫ് സി മാനേജ്മെന്റ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇതിനോടകം തന്നെ കഴിഞ്ഞ സീസണിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഒരുപാട് പ്രധാന താരങ്ങൾ ക്ലബ്ബ് വിട്ടുപോയിട്ടുണ്ട്. എന്നിരുന്നാലും ചാങ്തയെ മുംബൈ സിറ്റി എഫ് സി നിലനിർത്താൻ തന്നെയാണ് കൂടുതൽ ചാൻസ് ഉള്ളത്. അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരമായിട്ടുള്ള ഫെഡോർ സെർണിച്ചുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. കഴിഞ്ഞ സീസണിലെ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിലൂടെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിച്ച ഒരു താരമായിരുന്നു ഫെഡോർ സെർണിച്ച്. മികച്ച പ്രകടനം തന്നെ താരം ടീമിന് വേണ്ടി പുറത്തെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ലൂണയ്ക്ക് പകരമായിട്ടായിരുന്നു ഫെഡോറിനെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിച്ചിരുന്നത്. എന്നാൽ ആ ഒരു സീസണിലേക്ക് വേണ്ടി മാത്രമായിരുന്നു ഫെഡോറിനെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിച്ചിരുന്നത്. അങ്ങനെ ഇപ്പോൾ ഫെഡോർ സെർണിച്ചിനെ പുതിയൊരു ടീം സൈൻ ചെയ്തിട്ടുണ്ട്. FK കൗനോ സൽഗ്രീസ് എന്ന ലിത്വാനിയൻ ടോപ്പ് ടയർ ടീമാണ് ഫെഡോറിനെ ഇപ്പോൾ സൈൻ ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ആ ഒരു കാര്യം ഇപ്പോൾ ക്ലബ്ബ് തന്നെ ഒഫീഷ്യലായിട്ട് അറിയിച്ചിട്ടുമുണ്ട്. എന്തായാലും ഫെഡോറിനെ ആ ഒരു ടീമിന് വേണ്ടി മികച്ച പ്രകടനം പുറത്തെടുക്കട്ടെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തൊരു വാർത്ത കഴിഞ്ഞ സീസണിൽ ഈസ്റ്റ് ബംഗാളിന്റെ സ്ട്രൈക്കറായിരുന്ന ക്ലൈറ്റൻ സിൽവയുടെ കോൺട്രാക്ട് പുതുക്കിയിരിക്കുകയാണ് ഈസ്റ്റ് ബംഗാൾ. ഇതിനോടകം തന്നെ അവർ ഡിമിട്രോസ് ഡാമൻഡാക്കോസിനെ ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു. കൂടുതൽ ക്ലൈറ്റൻ സിൽവ കൂടി അടുത്ത സീസണിൽ ടീമിൽ ഉണ്ടാകുമ്പോൾ ടീം കൂടുതൽ ശക്തമാകുമെന്ന കാര്യം ഉറപ്പാണ്. രണ്ട് സ്ട്രൈക്കേഴ്സും ISL നിരവധി ഗോളുകൾ സ്കോർ ചെയ്തിട്ടുള്ള താരങ്ങളാണ്. ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം താഴെ ഒന്ന് കമന്റ് ചെയ്യുക. കൂടുതൽ ISLുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളൊക്കെ അറിഞ്ഞായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഓപ്ഷൻ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.